ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീനും കിലോ ചെമ്മീനുണ്ട്, ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മുരിങ്ങക്കായ ഒരു 4 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ ഈ കളറ് യെല്ലോ കളറാണെങ്കിലും നല്ല പുളിയുണ്ട് കേട്ടോ. ചെനച്ച മാങ്ങയാണ്. പിന്നെ കുറച്ച് സവോള, ഒരു പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, കുറച്ച് വേപ്പില. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കറിക്ക് വേണ്ടിയിട്ട്. ചെമ്മീൻ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ 2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ മാങ്ങ, മുരിങ്ങക്കായ എല്ലാം കൂടെയാണ് കേട്ടോ ഇട്ട് വേവിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവോള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് വെള്ളം ആണ് ഞാനിതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് പോരാന്ന് തോന്നുന്നു, 2 കപ്പ് വെള്ളം ആവശ്യമായി വരും. അപ്പോൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം കഷ്ണങ്ങൾ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മുടെ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മുരിങ്ങക്കായ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് പലപ്പോഴും എനിക്ക് മുരിങ്ങക്കായ ഉണങ്ങി പോകാറുണ്ട്. നമ്മൾ കറി വയ്ക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ മുരിങ്ങക്കായ ഒന്ന് ഫ്രീസറിൽ വെച്ച് നോക്കി. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങുന്നേക്കാളും എന്തായിരുന്നാലും നല്ലത് ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക കേട്ടോ. പല വീടുകളിലും മുരിങ്ങക്കായ ഇതുപോലെ വാങ്ങി വെച്ച് അവസാനം വേസ്റ്റിലിടേണ്ട ഇതിലേക്ക് മാറാറുണ്ട്. ഞാൻ ഈ കറിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ മാത്രമേ ഉപ്പ് ഇടുന്നുള്ളൂ. ഈ മാങ്ങ ഇടുന്ന കറികൾ നമ്മൾ മീനിലോ ചെമ്മീനിലോ ഒക്കെ മാങ്ങ ഇടുമ്പോൾ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ഉപ്പ് തിരുമ്മി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാങ്ങ കഷ്ണത്തിലൊന്നും ഉപ്പ് പിടിച്ച് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. മുരിങ്ങക്കായ, മാങ്ങ, ചെമ്മീൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ ബ്ലേഡിനൊക്കെ ഇത്തിരി മൂർച്ച ചിലപ്പോൾ ഉപയോഗിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചാലും നന്നായി തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരല്പം കൂടെ ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
വെളുത്തുള്ളി ജീരകം ഒന്നും ഞാൻ ഈ കറിയിലേക്ക് എടുത്തിട്ടില്ല. കാരണം ചെമ്മീൻ ഇടുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. ഈ ചക്കക്കുരു മാങ്ങ ഒക്കെ കറി വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ജീരകമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറി ഓഫാക്കുകയാണ്. ചട്ടി പാൻ അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറി കാച്ചുന്നതിനായിട്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചുവന്ന മുളക്, വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളകും വേപ്പിലയും ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി പയ്യെ ഒന്ന് ചൂടാറിയിട്ട് വേണം ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കറിക്കൊരു നല്ല ഭംഗിയൊക്കെ ഉണ്ടാവാനായിട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കറിക്ക്. ചട്ടി നല്ല തിളച്ചിരിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല, അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇപ്പോൾ അത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. ഈ കറി തന്നെ നമുക്ക് വേണമെങ്കിൽ പാല് പിഴിഞ്ഞും വെക്കാം. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞോ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ പച്ചത്തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ഈ കറിയാണ് ഒന്നുകൂടി ടേസ്റ്റ്. പാല് പിഴിഞ്ഞുണ്ടാക്കുന്നേക്കാളും നമുക്ക് ടേസ്റ്റി ആയിരിക്കുക ഇങ്ങനെ തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.